ഡീപ്പ് വർക്ക് ഈസ് ദ എബിലിറ്റി ടു ഫോക്കസ് വിതൗട്ട് ബീയിങ് ഡിസ്ട്രാക്റ്റഡ് ഓൺ എ കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ടാസ്ക്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു എബിലിറ്റിയാണ് ടു ഫോക്കസ് വിതൗട്ട് ബീയിങ് ഡിസ്ട്രാക്റ്റഡ് ഓർ ഫോക്കസ് വിതൗട്ട് ഡിസ്ട്രാക്ഷൻ ഓൺ എ കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ടാസ്ക്. സോ നിങ്ങൾ ആദ്യം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഹൗ ടു ലേൺ ഈസിലി എന്നൊക്കെയാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ എന്ത് കാര്യം മനസ്സിലാക്കുമ്പോൾ, ക്രാം ചെയ്യല്ല, കാണാപ്പാടം പഠിക്കല്ല, ബട്ട് മനസ്സിലാക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ ആക്ച്വലി പഠിക്കുമ്പോൾ, ലേൺ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ്റെ ഉള്ളിലുള്ള ന്യൂറോൺസുകളുടെ ഇടയിലുള്ള കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ചിലത് വീക്കൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ കണക്ഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവമാണ് ഓൾറെഡി ഉള്ള നോളജ് മാറുന്നതോ അല്ലെങ്കിൽ പുതിയ നോളജുകളോ വരുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഡീപ്പ് വർക്കിൻ്റെ ഡെഫിനിഷനിൽ ഒരു പോയിന്റ് ഉണ്ട്, കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ടാസ്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡീപ്പ് വർക്കാണ് നമ്മളെ ലേണിംഗ് എന്ന് പറയുന്നത്, സ്റ്റഡി എന്ന് പറയുന്നത്. അതൊരു കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ടാസ്ക് ആയിരിക്കും. സോ സ്റ്റഡീസ് ഈസി ആക്കാം എന്നുള്ളതിന് പകരം സ്റ്റഡീസ് ചലഞ്ചിങ് ആയിരിക്കും, എന്നാലേ അവിടെ ലേണിംഗ് നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക.